ഞാനൊരു പാപിയാണെന്ന് ഞാൻ മനസ്സിലാക്കി അവന് രക്ഷകനെ ആവശ്യം, രോഗിക്ക് വൈദ്യനെ ആവശ്യമുണ്ടെന്ന, ഈ രോഗിയാണെന്ന് സമ്മതിക്കാത്തിടത്തോളം കാലം വൈദ്യനും ഫർദർ ട്രീറ്റ്മെന്റ് ഒന്നും പോകാൻ ഒക്കത്തില്ല. അവർക്ക് മെഡിസിൻ കൊടുക്കാനൊട്ട് ഡോക്ടറിന് പറ്റത്തുമില്ല, ഇല്ലേ? അവർ അക്സെപ്റ്റ് ചെയ്യണം അവർ രോഗിയാണ്. അതെ അതെ. അപ്പം ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീശന്മാർ എന്തുകൊണ്ടാണ് ഇത്ര വലിയ രക്ഷയെ അവര് കർത്താവിനെ ക്രൂശിച്ചത്? അവരവരുടെ നീതിയിൽ നിന്നതുകൊണ്ട് ദൈവത്തിന്റെ നീതി അവർ തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ സ്വയനീതി ഞാൻ ദൈവത്തിന്റെ നീതിയെ. സ്വയനീതി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വിവരിക്കാം. സ്വയനീതി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു, നമ്മൾ പണ്ടല്ലേ ഞാൻ ഒരു ഉറുമ്പിനെ പോലും ഞാൻ, അല്ലെ നമ്മൾ പറയത്തില്ലേ, ഞാൻ കൊല്ലുന്നില്ല, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് എന്തോ കുഴപ്പമില്ല. ഞാൻ പക്ഷേ അതുകൊണ്ട് കണക്ട് ചെയ്തൊരു കാര്യം പറയാം. നമുക്കൊരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇപ്പം നമ്മുടെ വീട്, അതായത് ഓണർ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ വീട് നിൽക്കുന്ന നമ്മുടേതാണെന്നും നമ്മുടെ ഈ ഡോക്യുമെന്റ് എല്ലാം ഉണ്ട്, അല്ലേ? എല്ലാം ഉണ്ട്, നാട്ടുകാർക്കും അറിയാം, നമുക്കും അറിയാം നമ്മുടെ വീടാണ്. പക്ഷേ ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്യണം, ഇല്ലേ, നമ്മുടെ വീടാണ് എന്ന് പറഞ്ഞ സ്വയനീതി നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ പോയിരുന്നാലും ദൈവം അക്സെപ്റ്റ് ചെയ്യണം, ഇല്ലേ? അതല്ലേ ആ ദൈവത്തിന്റെ നീതി. ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് മനുഷ്യന്റെ ഒന്നുമില്ല. കർത്താവ് യേശു മുഴുവൻ പ്രവൃത്തി എന്റെ പാപത്തെയും എന്റെ രോഗത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ സ്വമനസാനെ ഏറ്റെടുത്തു. എനിക്ക് എൻ്റെ പ്രവൃത്തിയാൽ ഒരു കാരണവശാലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് ദൈവം അറിഞ്ഞിട്ട് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ എനിക്ക് എൻ്റെ സ്ഥലത്ത് കർത്താവിനെ ക്രൂശിച്ചു. ഞാൻ പോകേണ്ട മരണം യേശു വഹിച്ചു, ഞാൻ പോകേണ്ട ശാപം യേശു രുചിച്ചു, ഞാൻ പോകേണ്ട ശിക്ഷ യേശു ഏറ്റെടുത്തു. ഇത് ഞാൻ വിശ്വസിച്ച്, എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഞാൻ വാഗൊണ്ട് ഏറ്റുപറയുന്നതാണ് ദൈവത്തിന്റെ നീതി എന്നുള്ളതാണ്. അതെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചിന്തിക്കുക, അപ്പം നമുക്ക് നമ്മുടേതായ ഒരു നീതിയിലൂടെ സ്വർഗത്തിൽ കിടക്കാമായിരുന്നെങ്കിൽ യേശു വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. തീർച്ചയായിട്ടും. ദൂതന്മാർ വേണേ സാക്രിഫൈസ് ചെയ്യാൻ വേണേ ദൂതന്മാരെയോ അല്ലെ മറ്റേ അബ്രഹാമിനെയോ വേറെ ആരെയും വേണേലും ആക്കാമായിരുന്നല്ലോ. യേശു തന്നെ വന്നത് അതിലൂടെ അല്ലാതൊരു പാപപരിഹാര മാർഗം ഇല്ല, അല്ലേ? അപ്പൊ ആ നീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ആദ്യം അടുത്ത പടികൾ എന്തുവാ? പിന്നെ എനിക്ക് അന്നും ഈ വീട്ടിലെങ്ങനെ പ്രതികരണം ഇപ്പം ഈ സന്ദർഭത്തിൽ അറിയാമല്ലോ, ഇങ്ങനെ കുഴപ്പമില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ പിതാവ്? ഉണ്ടായിരുന്നു, മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഡോക്ടർ സജു തന്നെ കൊല്ലത്തുനിന്ന് കുറച്ച് പേര് വന്ന് ദൈവവചനം പഠിപ്പിക്കാനായിട്ട് റെഗുലറായിട്ട് ഞങ്ങളുടെ വീടുകളിൽ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അതിന്റെ ഫലമായിട്ട് ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് പോകാൻ തുടങ്ങി. പക്ഷെ പിതാവ് ഇവരാരും, ഈ കേട്ടവരാരും കൂടുതൽ, കാരണം ഇവർ അവിടെ തന്നെ നിന്നതുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് അവർക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പിതാവിന് സത്യം ഇതാണെന്നറിയാം, കാരണം പിതാവാണല്ലോ ആദ്യം ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പം സത്യം ഇതാണെന്നറിയാം. പക്ഷെ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇന്ന് ഇതൊക്കെ ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞ സത്യത്തിന് നമ്മൾ വില കൊടുക്കുക, നമ്മൾ അതിനു വേണ്ടി നിൽക്കുക എന്നുള്ളത് ആദ്യ സമയങ്ങളിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. നിന്നപ്പോ നമ്മുടെ ജീവിതം താഴോട്ട് പോകുന്ന പോലെ ഒരു കാര്യം വന്നു. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നീ മുങ്ങുന്ന കപ്പലിനകത്ത് നിന്നോണ്ട് ഒരാളെ രക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും ആയിരിക്കും അവിടെ നിന്നോണ്ട് എനിക്ക് പലരെ നേടാൻ പറ്റും, ഞാൻ അവിടെ നിന്നില്ലെങ്കിൽ ഇവരെങ്ങനെ സത്യം അറിയും? കാരണം മുങ്ങുന്ന ഒരു കപ്പലിനകത്ത് നീ നിന്നോണ്ട് നീ രക്ഷിക്കാൻ പറ്റത്തില്ല. നീ കരയിലോട്ട് നിന്നാൽ അറ്റ്ലീസ്റ്റ് കുറച്ചുപേരെങ്കിലും നിനക്ക് രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതെന്റെ ജീവിതത്തിൽ ഒരു കണ്ണു തുറക്കുന്ന ഒരു കാര്യം. ഈ സന്ദർഭങ്ങളിലെ നമ്മളിത് പറയുമ്പോൾ തന്നെ ആ സമയത്ത് പപ്പായുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ട്? ചെറുപറ ഈ സ്റ്റെപ്പ് എടുത്തല്ലോ, ഇങ്ങനെ കർത്താവിനെ അംഗീകരിക്കുന്നു, ബൈബിൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. ആ സമയത്ത് അന്നത്തെ നിലവാരം എങ്ങനെയുണ്ട്? ബിസിനസ് നിലവാരം ഒന്നും മാറിയിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ പിതാവ്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവിന് 4 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സുമാണ്. അവര് നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അമ്മയുടെ കുടുംബം അങ്ങനെ പലരും സഹായിച്ച് അറ്റ്ലീസ്റ്റ് ഈ ഒത്തിരി പ്രശ്നമുള്ളവരുടെയൊക്കെ കുറച്ച് ഈ പ്രാർത്ഥനയിലോട്ടൊന്ന് കടന്ന് പിന്നെ ആണോ അങ്ങനെ ഒരു ഫേവർ ദൈവത്തിന്റെ ഫേവർ എല്ലാം അങ്ങ് വാതിൽ അടഞ്ഞു കിടക്കുന്ന അനുഭവമായിരുന്നു. അതെ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കൊർനെല്യോസ് എന്നൊരു ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തിയിൽ 10 അദ്ദേഹം ഒരു ദൈവഭക്തനും ഇസ്രായേലിനെ സഹായിക്കുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ പിതാവ് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ദൈവഭക്തനും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ചു എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിയെ അയച്ച്. അങ്ങനെയല്ലേ പറയുന്ന കൊർനെല്യോസേ,
നിന്റെ ദാനവും ധർമ്മവും അവിടെ എത്തി. പക്ഷെ പത്രോസിനെ വിളിച്ച് നീ പ്രസംഗം കേൾക്കണം, നിനക്ക് നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാനുള്ള കാര്യം പറഞ്ഞു തരും. അതെ, ഈ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ദാനവും ധർമ്മവും ചെയ്തു അത് മതി. പക്ഷെ ദാനവും ധർമ്മവും ചെയ്ത കൊർന്നല്യോസ് യേശുവിന്റെ അടുക്കിലേക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് പറ്റില്ല. അത് പോരാ. ദാനവും ധർമ്മം അവിടെ ചെന്നു. അതെ, പക്ഷെ ആള് ചെല്ലണമെങ്കിൽ സുവിശേഷം കേട്ട് സ്വയനീതി മാറ്റി ദൈവത്തിന്റെ നീതി അംഗീകരിക്കണം. അതിനൊരു ദൂതനെ അയച്ചു. അത് അത്രയും ദൈവത്തിന്റെ സ്വർഗം തുറക്കുന്ന പോലെ ദൂതനെ അയച്ചു. പക്ഷെ ദൂതനും അല്ല പറയുന്നത്, ഒരു മനുഷ്യനാ പോയി സുവിശേഷം പറയുന്നത്. പത്രോസിനെ ഇപ്പുറത്ത് ഒരുക്കുക ദൈവം. വേണേ ദൂതന് ഷെയർ ചെയ്യായിരുന്നു അവിടെ. ദൂതൻ എന്തായാലും തലേ ദിവസം കൊർന്നല്യോസിന്റെ ദർശനത്തിൽ വെളിപ്പെട്ടതല്ലേ. അതെ അതെ. പക്ഷെ എന്തിനാ പത്രോസിനെ തന്നെ വിളിച്ചത്? അവിടെയും ആ വ്യക്തിയിലൂടെ തന്നെ സുവിശേഷം പറയും. അപ്പം നമ്മൾ ഇത്ര വലിയൊരു രക്ഷയെ നമ്മൾ അഗണ്യമാക്കി കളയരെന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ നമ്മളോട് വന്ന് സുവിശേഷം പറയുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ ആലോചനയാണ്, അത് ദൈവത്തിന്റെ നമ്മളുള്ള പദ്ധതിയാണ് ആ പറയുന്നത്. അതിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യുകയോ ഡിസ്പസ് ചെയ്യുകയോ ചെയ്യില്ല. തീർച്ചയായിട്ടും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു യൗവനക്കാരനാണ്, എനിക്ക് വേറെ ചിന്തിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വളരെയധികം ഈ അറിഞ്ഞ സത്യത്തിന് നിൽക്കാനായിട്ട് ഞാൻ ഏകദേശം 1.5 വർഷം ഞാൻ സത്യം അറിഞ്ഞതിന് ശേഷം 1.5 വർഷം വീണ്ടും ഞാൻ ആയിരിക്കുന്ന സഭയിൽ അന്ന് നിന്നു. അല്ല, അപ്പൊ ആ പള്ളിയിൽ നിന്ന് ആ സന്ദർഭത്തോളം അങ്ങനെ അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരുന്നു? കാരണം സന്ധ്യാനമസ്കാരത്തിനും എല്ലാം അറിയാമല്ലോ, എല്ലാ പ്രാർത്ഥനയ്ക്കും ചേർന്നിരിക്കുന്ന സമയം. അവിടുന്ന് എങ്ങനെ ആയിരുന്നു അതിനെ ഹാൻഡിൽ ചെയ്ത്? അവരപ്പം കാരണം എന്റെ പിതാവും എന്റെ മാതാവ് എന്ന് പറയുമ്പോഴത്തേക്കും അന്ന് ഈ ചെങ്ങന്നൂരായിരുന്ന ആ ഭദ്രാസനത്തിന്റെ തിരുമേനി അമ്മ ബന്ധുവാ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള മാറ്റം സംഭവിച്ചപ്പോഴത്തേക്കും തിരുമേനി വിളിപ്പിച്ചു. എന്താണ് കാണുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതെ, തനശ്ശേരി അമ്മയുടെ ബന്ധു. അപ്പം ഇങ്ങനെ പത്തനാപുരം തിരുമേനി അത് എന്റെ ഫാദറിന്റെ കുടുംബം. പിതാവ് ധാരാളം അവിടെ പടം വരച്ചു കൊടുക്കുകയും ഞങ്ങൾ പത്തനാപുരം തയ്യാറായില്ലേ ഒരു വർക്ക് ചെയ്യുകയും പ്രത്യേക ദിവന്യാസ തിരുമേനി ആ സന്ദർഭത്തിലുള്ള ബന്ധം എനിക്കറിയാം. ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നു കുടുംബമാണ്. ഒത്തിരി വൈദിക എന്തോ പറയുന്നത്, ഒത്തിരി പാരമ്പര്യമുള്ളൊരു കുടുംബം. അതുകൊണ്ട് ആ പിതാവ് ഇങ്ങനൊരു വൈദിക പട്ടത്തിലേക്ക് വിടണമെന്ന് ആഗ്രഹിച്ചതും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെയുള്ളതായുള്ള ഭയങ്കര പ്രഷർ ഉള്ളതായുള്ള ഒരു സ്ഥലത്തു നിന്നും ദൈവത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ല. അപ്പം ഞാൻ അപ്പോൾ ഈ സത്യം അറിഞ്ഞു. അപ്പോൾ തന്നെ അവരോട് കൂടെ ഇങ്ങനെ വചനം കേൾക്കാനായിട്ട് പോകാൻ തുടങ്ങി. അല്ല, അപ്പം മമ്മിയെ വിളിപ്പിച്ചെന്ന് പറഞ്ഞു. അതെ, വിളിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ പോകാതായി. അച്ഛനും ഇല്ല എൻ്റെ ഫാദറും മദറും ഈ ഒരു സത്യത്തിലേക്ക് വരാനായിട്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ പല വീട്ടിൽ മീറ്റിങ്ങുകൾ നടക്കുന്നു അറിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിപ്പിച്ചത്. അപ്പൊ അച്ചായനും സത്യം മനസ്സിലായി. ഞാനപ്പം ഞാൻ അറിഞ്ഞു. ഞാൻ ഉടനെ ഒരു വർഷം 1.5 വർഷത്തിനകം ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ സ്നാനപ്പെട്ടപ്പോഴും എന്റെ പിതാവിനോട് പറയുന്നത് സത്യമാ, സ്നാനമാണ് ശരി. ഇതിലൊന്നുമില്ല. പക്ഷെ പപ്പായ്ക്ക് അച്ഛൻ അങ്ങോട്ട് വരാനായിട്ടുള്ളൊരു മനോഭാവം ഇല്ല. കാരണം അത്രമാത്രം വേറെ ഒരു മദ്യപാനത്തിലോ ഇല്ല ഇങ്ങനെ പോയി ഇട്ട് ദൈവത്തിലേക്ക് വന്നതല്ല. എന്റെ പിതാവും ചോദിക്കുന്ന അങ്ങനെ ചോദ്യമുണ്ട്, എന്താണെന്നുള്ള കാരണം. പപ്പായാണ് മറ്റേ ആ വിഷയത്തെ, ആ ബാധ്യതയെ ഫേസ് ചെയ്യുന്ന പോലും ജെറുപ്പാസ്ട്രി വന്ന വ്യത്യാസം മുഴുവൻ സുവിശേഷം കേട്ടതിന്റെ വ്യത്യാസമാണ് അല്ലേ? അതെ. പക്ഷേ എന്റെ പിതാവ് അവിടുത്തെ പ്രാർത്ഥനായോഗത്തിന്റെ സെക്രട്ടറി, അമ്മ മർത്തമറിയം സമാജത്തിന്റെ സെക്രട്ടറി, ഞങ്ങളെല്ലാം ഒരേപോലെ ആക്റ്റീവായിരിക്കുന്നത്. അപ്പം അന്ന് ഞങ്ങൾ മാറി. നിങ്ങൾക്ക് പോകേണ്ട കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അന്ന് ആളുകൾ പോകുന്നു പറയും ഒന്നിൽ ഭയങ്കര മദ്യപാനം, ഭർത്താവ് മദ്യപാനി അല്ലെങ്കിൽ അതുപോലുള്ള, നിങ്ങൾക്ക് അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പം ഒറ്റ കാരണം ഈ ഒരു സാമ്പത്തിക സ്ഥിതിയുടെ പ്രശ്നമാണ്, തകർച്ചയാണ് ഇത്രയും വന്നത് തുടക്കം. പക്ഷേ ദൈവത്തിന്റെ വചനം സത്യം അറിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ഒരു രണ്ടാമത് അത് ദൈവം നോക്കിക്കോളും, വേറൊരു ലെവലിലേക്ക് നമ്മൾ അതിനെ അങ്ങ് മാറ്റി. ദൈവം അത് നോക്കിക്കോളും എന്നൊരു സമാധാനം നമ്മുടെ ഉള്ളിൽ. മുൻപേ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ആ തലത്തിലേക്ക് നമ്മൾ ഉയർന്നു, നമ്മുടെ നിലവാരം മാറി. അപ്പം ഇതൊന്നും മാറിയിട്ടില്ലെങ്കിലും പക്ഷേ ഒരു സമാധാനം ഉള്ളിലേക്ക് വന്നു, ദൈവിക സമാധാനം വന്നു. ഇതൊക്കെ ദൈവം പരിഹരിക്കുമെന്നുള്ളൊരു ധൈര്യം വന്നു. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജെറുപ്പാസ്റ്ററെ, നമ്മളിപ്പോ ഈ പേപ്പറുകളിലൂടെ, ഞാനിപ്പോ ഇതിനകത്ത് തന്നെ ദൈവാത്മ എന്നെ കണക്ട് ചെയ്യുമോ, പേപ്പറുകളിലൂടെ ഇങ്ങനെ സാമ്പത്തിക പ്രയാസങ്ങളും ജീവിതത്തിൽ പലതരത്തിലുള്ള പലരുടെ വാക്കുകളുണ്ടല്ലോ, ഹേർട്ട് ചെയ്യുന്ന, മുറിവേൽക്കുന്നവർ, ഈ ആത്മഹത്യകളിലേക്ക് തിരിയുന്നുണ്ടല്ലോ. അവരെ കുറിച്ച് ചിലപ്പോൾ നമ്മളിത് കേൾക്കുന്ന ഈ ചാനലിൽ ചിലപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ കാണാം. അവരോട് എന്തോ ഒന്ന് പറയാനുള്ളൊരു സന്ദേശം ഒന്ന് പറഞ്ഞാൽ. നമ്മളെ ജീവിതത്തിനകത്ത് ഈ ഒരു അതിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം ഞാൻ പറയുന്നത് ഏകദേശം ഒരു 30 വർഷത്തിന് മുമ്പുള്ള ഏകദേശം അന്നൊരു 20-25 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. ഇന്നത്തെ കോടികളുടെ മേളിൽ അന്നത്തെ കടം. അപ്പം
നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴാണ് മറ്റുള്ളതായുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ പൈസ കൊടുക്കുക, അവിടെ കൊടുക്കുക, അങ്ങനെ അപ്പോൾ വീണ്ടും നേർച്ച കാഴ്ചകൾ കൊടുത്ത് വീണ്ടും പൈസ പൊക്കൊണ്ടിരിക്കുക. ഇതിന് കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റം വരുന്നില്ലെങ്കിലും ഇങ്ങനെ വീണ്ടും പൈസ പൊക്കൊണ്ടിരിക്കുക. എങ്ങനെയും നമുക്കൊരു പ്രതിവിധി വേണം എന്ന് ചിന്തിക്കുക. അതെ. അപ്പം ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങളുടെ പുറകെ പോയവരാ. പലവിധ കാര്യങ്ങൾ ചെയ്ത് എങ്ങനെയും ഇതിനകത്തു നിന്നൊന്ന് പുറത്തു വരണം എന്നുള്ള ഇത് കണ്ട് അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇന്നടുത്ത് പൈസ കൊടുക്കുക, ഇന്നടുത്ത് പൈസ കൊടുക്കുക, വീണ്ടും പൈസ ഇറങ്ങുന്നതല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഇതിനകത്തുനിന്നൊരു പരിഹാരം വന്നില്ല. യേശു തൻ്റെ കരുണയാൽ തൻ്റെ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അറിയിച്ചതിനകത്ത് അന്ന് ഞങ്ങളുടെ സ്ഥിതി മാറിയില്ല, പക്ഷെ സമാധാനം ഉള്ളിലേക്ക് വന്നു. ദൈവിക സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളും മനസ്സുകളിലും അത് നിറയാൻ തുടങ്ങി. ആ സമാധാനം ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുന്ന സകല ബുദ്ധിയും കവിയുന്ന സമാധാനം. ഈ സമാധാനമാണ് പിന്നീട് ദൈവം അടുത്ത വഴികൾക്ക് തുറക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവര് ആ യേശുവിന്റെ ഈ സുവിശേഷം അവരുടെ പ്രശ്നത്തിന് പരിഹാരം, ആത്മഹത്യ അല്ലല്ലോ. ഞാൻ എപ്പോഴും പറയും, ഒരു വാഹനത്തിന് എമർജൻസി ഡോർ ഉള്ള പോലെ അവർക്ക് വേണ്ടി ഒരു ഡോർ ഓപ്പൺ ആയിട്ടുണ്ട് യേശു, അല്ലേ? അത് ജനങ്ങൾക്ക് ചിലപ്പോൾ അത് കാണാൻ കഴിയത്തില്ല, അല്ലേ? ഒരു ഹിഡൻ അവസ്ഥ. പക്ഷെ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി അത് തുറക്കും. കർത്താവിന്റെ വചനം പറയുന്നത് അവൻ സമ്പന്നനായിരുന്നിട്ടും നമുക്ക് വേണ്ടി അവൻ ദരിദ്രനായി തീർന്നു എന്ന്. എന്തിന്? നമ്മളെ സമ്പന്നനാക്കുക. പലപ്പോഴും ചിലർ പറയുന്നത് ദാരിദ്ര്യം ദൈവത്തിന്റെ ഹിതമാണ്, ഈ കഷ്ടതയിലൂടെ പോകുന്നതാണ് ദൈവത്തിന്റെ ഹിതം. ഒരിക്കലും അല്ല. നമ്മുടെ അഹങ്കാരം കൊണ്ടാണ് നമ്മൾ, ഇല്ലെങ്കിൽ നമ്മുടെ സ്വയനീതി കൊണ്ടാണ് നമ്മൾ ദൈവത്തെ അറിയാഞ്ഞത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ നീതിയെ തിരസ്കരിച്ചത്. പക്ഷേ അവൻ ദരിദ്രനായി തീർന്നത് ദൈവം സമ്പന്നനായിരുന്നിട്ടും സ്വർഗത്തിന്റെ സകല സമ്പന്നതയുടെ നടുവിൽ എല്ലാം ഉപേക്ഷിച്ച് ദരിദ്രനായി നമ്മുടെ അടുക്കലേക്ക് വന്നത് എന്റെ കാര്യങ്ങളിനകത്തൊന്നും വിടുതൽ തരുവാനായിട്ട്. നമ്മളെ നിത്യത കൊണ്ടുപോകാൻ മാത്രമല്ല, ഇവിടെയും ക്ഷേമമായിട്ട് തന്നെ നമ്മുടെ പ്രശ്നം, അല്ലെ പിന്നെ സേവിയർ എന്നുള്ള പേരെന്തോ. അതെ. അപ്പം എന്താ നമ്മൾ ഇന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം യേശു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ വിശ്വസിച്ച് അതിനകത്ത് നമ്മൾ ഒരു വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ദൈവം അതിനുവേണ്ടിയുള്ള മുഖാന്തരങ്ങൾ ചെയ്തു തരും. മറ്റുള്ള സ്രോതസ്സുകളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ വീണ്ടും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോകുന്നതല്ലാതെ അതിൻ്റെ ഒരു പരിഹാരം, നിത്യപരിഹാരം അതിനകത്തൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആത്മഹത്യയല്ല, ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള സ്രോതസ്സുകളിലേക്ക് പോകുന്നതുമല്ല അതിൻ്റെ പരിഹാരം. യേശുവാണ് അതിൻ്റെ പരിഹാരം. തീർച്ചയായിട്ടും. അപ്പം ഇത് ചിലർ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു ഒളിച്ചോട്ടം, ആ പ്രശ്നത്തിൽ നിന്ന് അവർ ഒളിച്ചോടും. ഒരിക്കലും അവരുടെ ആത്മാവിന് രക്ഷപ്പെടാൻ കഴിയും. തീർച്ചയായിട്ടും. ഒരിക്കലും നമുക്ക് ദൈവം തന്ന ആ ആത്മാവിനെ എടുക്കാൻ, അല്ലേ, ആത്മഹത്യ ഒരിക്കലും ദൈവം അത് അനുവദിക്കത്തില്ല. ഇവർ രക്ഷപ്പെടുന്നെന്ന് ചിന്തിക്കുന്നുണ്ട്, ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. വീണ്ടും നിത്യയാതനാ സ്ഥലത്ത് തന്നെ, അല്ലേ? ആ സ്പിരിറ്റിന് ഒരിക്കലും ഒരു രക്ഷ കിട്ടുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ അവസ്ഥയിലുള്ളവര് ഈ പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങളിലൂടെ പറയുമ്പോൾ ഇനി അടുത്തിലേക്ക് വരും, ദൈവം എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്തെന്നല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിൽ ആശ്രയിച്ച് ആ ഒരു സമാധാനം കിട്ടിയാൽ ലഭിച്ച പോലൊരു പ്രതീതി എനിക്ക് തോന്നുന്നു. നിങ്ങളിൽ പ്രത്യേകിച്ച് ആ സമാധാനം വന്നപ്പോൾ പരിഹരിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നല്ലേ? പെട്ടെന്നല്ല അതിനകത്തൊരു പരിഹാരം വന്നത്. ഇങ്ങനെ വന്ന് ചോദിക്കുന്നവർക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെ പലരും സഹായം തന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് തീർത്തു. അപ്പോൾ എൻ്റെ പിതാവിന് ഫ്രണ്ടിൽ ഒരു പമ്പ് ഉണ്ടായിരുന്നു, അതിന് അന്ന് 100 രൂപ എൻ്റെ വാടക. ഇപ്പോഴും ഞങ്ങൾ അത് വിൽക്കുന്ന സമയത്ത് 100 രൂപ വാടക. 7 സെന്റ് സ്ഥലമുണ്ട്, കണ്ണായ സ്ഥലത്താണ്. പക്ഷെ ആദ്യം ട്രാൻസ്പോർട്ടേഷൻ മുമ്പിലുള്ള പെട്രോൾ പമ്പ് ആ പെട്രോൾ പമ്പ് പെട്ടെന്ന് നമ്മളങ്ങ് വിറ്റു എന്ന് പറയുമ്പോൾ ഒട്ടും വലിയ എമൗണ്ടിനൊന്നും അല്ല, വളരെ ഈ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് വളരെ തുച്ഛമായ വിലയ്ക്ക് നമ്മൾ അതങ്ങ് വിറ്റു. ആ പൈസ കൊണ്ട് നമ്മൾ ഒരു കുറച്ച് തീർത്തു. എന്നാലും മൊത്തം കടം തീർന്നില്ല. അതിന് ഞങ്ങളുടെ ആയിരുന്ന ആ ഉള്ള വീടും വസ്തുവും വിറ്റ് അപ്പോഴത്തേക്കും അത് വിൽക്കാനൊക്കെ നേരത്തെ ആഗ്രഹിച്ച് അങ്ങനെ ചിന്തിച്ചായിരുന്നു? ഒരിക്കലുമില്ല. നമ്മള് ചെങ്ങന്നൂരിന്റെ കണ്ണായ സ്ഥലത്ത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഇന്ന് കോടികൾ വില വരുന്നതായുള്ള ഒരു അവിടെയുള്ള ഒരു ഏകദേശം ഒരു ഒരേക്കറോളം സ്ഥലം ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെതായിരുന്നു. അവിടെ ആയിരുന്നു കുടുംബം? അതായിരുന്നു കുടുംബം. അപ്പോൾ ഇവർക്കെല്ലാം ഷെയറുകളാണ്. അപ്പം ഞങ്ങളുടേതായുള്ള ആ ഒരു സ്ഥലം ഒരിക്കലും അങ്ങനെ ബാക്കി എല്ലാവരും വിറ്റു അവരുടേതായുള്ള കാര്യങ്ങൾക്ക് അവർ. നമ്മുടെ ഫ്രണ്ടിലായിരുന്നു മെഡിക്കൽ സ്റ്റോർ ഒക്കെ? അതെ, മെഡിക്കൽ സ്റ്റോർ. അതെല്ലാം നമ്മുടെ എൻ്റെ ഫാദറിന്റെ ജ്യേഷ്ഠന്മാരുടെ സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോഴത്തേക്കും എൻ്റെ പിതാവും മാതാവും എല്ലാം സ്നാനപ്പെട്ടു. ഞാനാണ് ആദ്യം വിശ്വാസി വന്ന് സ്നാനപ്പെട്ടത്.
അതിനുശേഷം എൻ്റെ പിതാവും മാതാവും അവർ ഒരുമിച്ച് സ്നാനപ്പെട്ടു. അത് ഈ ഡോക്ടർ സജുവിന്റെ പറഞ്ഞിട്ട് കൊല്ലം ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ കൊല്ലം ചർച്ചാണ് ആ സ്നാനത്തിലേക്ക് നമ്മളെ നയിച്ചത്, സഹായിച്ചത്. അപ്പം അവരുമായിട്ട് കണക്ട് ചെയ്ത്, കാരണം ഡോക്ടർ സജു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോയി. അപ്പം ഡോക്ടർ സജു തന്നെയാണ് നമ്മളെ കൊല്ലം ചർച്ചുമായിട്ട് നമ്മളെ കണക്ട് ചെയ്തത്. അതായത് ഇങ്ങനെ അർത്ഥപ്രാണനായി കടന്ന ശമരിയക്കാരനെ അല്ലേ ആ സത്രത്തിലേക്ക് ഉണ്ടാക്കുന്ന പോലെ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് കൊണ്ട് ചേർത്ത് അവര് നാഥനില്ല, നമ്മളെ കളഞ്ഞില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങൾ ചിലയിടത്തുണ്ടല്ലേ, സ്നാനപ്പെട്ടിട്ട് എങ്ങും നിൽക്കുക. അവര് എന്തോ അതേക്കുറിച്ച് എന്തൊരു അഭിപ്രായം? ചില സ്നാനപ്പെട്ട് സ്വർഗത്തിൽ പോകണമല്ലോ എന്ന് ചിന്തിച്ച് വീണ്ടും ആ അവസ്ഥയിൽ കിടക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും അത് തെറ്റാണല്ലേ. അറിഞ്ഞ വചന സത്യത്തിൽ നിലനിന്ന് ആ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടല്ലേ. മോശയോട് പറയുന്നില്ല 3 വഴി, മോശ ഫറവോനോട് പറയുന്നു 3 ദിവസം വഴി ദൂരം പോകണം ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ. അപ്പൊ അവര് ചേഞ്ച് വേണം അല്ലേ. കാരണം സ്നാനം അല്ലെങ്കിൽ അങ്ങനെ സ്നാനപ്പെടുന്നവർക്ക് സ്നാനം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. കാരണം സ്നാനം എന്ന് പറയുന്നത് ഞാൻ ലോകത്തോടും അദൃശ്യ മണ്ഡലങ്ങളോടും സാത്താന്യ ശക്തികളോടും എല്ലാവരോടും ഞാൻ വിളിച്ചു പറയുകയാണ്, ഞാൻ ഇനിയും ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ ഇനിയും ഈ ലോകത്തിൻ്റെ വഴിയിൽ നടക്കുന്നവനല്ല, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വകയായി മാറി. ഇനി ഞാൻ അവന്റെ വഴികളിൽ നടക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കും. പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിനോട് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര. ആ ഒരു തലത്തിലേക്ക് വരുമോ? അങ്ങനെ ഇറങ്ങുന്ന ഒരാൾക്ക് പിന്നെയും പാരമ്പര്യങ്ങളോ സാഹചര്യങ്ങളോ പറഞ്ഞവിടെ നിൽക്കേണ്ട കാര്യമില്ല. അവർ ആ ലെവലിലേക്ക് യാത്ര മുൻപോട്ട് പോവുക അല്ലേ. അല്ല, അങ്ങനെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ പാരമ്പര്യത്തിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് യഹൂദ പാരമ്പര്യം. കാരണം ആളുകൾ അന്ന് ജാതിയായ ആളുകൾ കാശ് കൊടുത്ത് ഈ യഹൂദ പാരമ്പര്യം എടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതാ പാരമ്പര്യത്തിൽ ഏറ്റവും വലിയ ആളല്ലേ ശൗൽ എന്ന് പറഞ്ഞ, ഇല്ലെങ്കിൽ പിന്നീട് മാറിയ പൗലോസ് എന്ന് പറയുന്നത്. പൗലോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൂഴാനുണ്ടെങ്കിൽ അതിലും വലുതാ എനിക്ക് ഞാൻ വന്ന പാരമ്പര്യം ഒക്കെ എത്രയോ വലുതാ. ബെന്യാമിൻ ഗോത്രക്കാരൻ, ജാതിക്കാരൻ, പരീശന്മാരിൽ പരീശൻ, പിന്നെ പത്രോസ് പറയുന്ന വർത്തവും പിതൃപാരമ്പര്യമുള്ള ഈ നടപ്പിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന വെള്ളി പൊന്നെ. അവരെല്ലാം വലിയ പാരമ്പര്യമുണ്ട്. നമ്മുടെ പാരമ്പര്യം എന്തോ ഒന്നും പ്രശംസിപ്പാനില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതായുള്ള കാര്യം എന്ന് പറയുമ്പോൾ, സ്നാനം എന്ന് പറയുന്നത് കർത്താവിനെ സ്നാനപ്പെടേണ്ട ഒരു കാര്യമില്ല. നമ്മൾ സ്നാനപ്പെടുന്നത് നമ്മുടെ പാപ സ്വഭാവത്തെ കുഴിച്ചിടാനാണ്. കർത്താവിന് എന്ത് പാപം ഇരുന്നിട്ട് കർത്താവ് സ്നാനപ്പെട്ട് എന്നാലും ചോദിക്കുക, യേശു ഗലീലിൽ നിന്ന് യോർദാനിലേക്ക് ഏകദേശം 200 കിലോമീറ്റർ നടന്നു പോയ സ്നാനപ്പെട്ടു. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, നിന്റെ കൈയാണ് ഞാൻ സ്നാനപ്പെടണമെന്ന് പറയുമ്പോൾ എല്ലാ നീതിയും നിവൃത്തിയാകുന്നു. അപ്പോൾ സ്നാനത്തിലൂടെ ദൈവനീതി നമ്മൾ പൂർത്തീകരിക്കുന്ന ഒന്നാണ് ഈ സ്നാനം. സ്വയനീതി അവിടെ തീരുകയാണ്, ദൈവത്തിന്റെ നീതി ഏറ്റെടുക്കുക. സത്യത്തിൽ യേശു കർത്താവിന് അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ദൈവപുത്രനാണ്. പക്ഷെ എന്നിട്ടും ഭൂമിയിലെ തെളിയിക്കുകയാണ് കർത്താവ് അല്ലേ.